ഒരിക്കൽ ഒരു യുവതി ക്ലിനിക്കിലേക്ക് പോയി. ഡോക്ടറെ കാണിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് വിചാരിച്ച ആളായിരുന്നു. പക്ഷേ ഒരുപാട് പേര് അവിടെ വെയിറ്റിങ്ങിലുള്ളത് കൊണ്ട് തന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് മനസ്സിലായ സ്ഥിതിക്ക് അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തു. പെട്ടെന്നൊരു ബീപ്പ് സൗണ്ട് വന്നു. ബീപ്പ് സൗണ്ട് കേട്ട ഉടനെ അവിടെയുള്ള ബാക്കി എല്ലാവരും എണീറ്റ് നിന്നു. ഇവൾക്ക് ഒരു കൺഫ്യൂഷനായി. എന്തിനാ ഇവരൊക്കെ എണീറ്റ് നിൽക്കുന്നതെന്നൊരു പിടികിട്ടിയില്ല. വിട്ടു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ബീപ്പ് സൗണ്ട് വന്നു. ഇവൾ വീണ്ടും ഇങ്ങനെ കൺഫ്യൂസ്ഡായിട്ട് ഇങ്ങനെ നോക്കി. എല്ലാവരും എണീറ്റ് നിൽക്കുന്നുണ്ട്, പക്ഷെ ചോദിച്ചില്ല, മിണ്ടാതിരുന്നു. മൂന്നാമതും ഒരു ബീപ്പ് സൗണ്ട് കേട്ടു. ആ ബീപ്പ് സൗണ്ടിൽ വീണ്ടും എല്ലാവരും എണീറ്റ് നിന്നപ്പോൾ ഇവൾ മെല്ലെ കൂടെ അങ്ങ് എണീറ്റ് നിന്നു. എല്ലാവരും ഇരുന്നപ്പോൾ ഇവളും ഇരുന്നു. അങ്ങനെ ഓരോരോ ആൾക്കാരും ഡോക്ടറെ കണ്ടുപോയി ലാസ്റ്റ് ഇവൾ മാത്രമായി ആ വെയിറ്റിംഗ് ഏരിയയിൽ. എന്നിട്ടും ആ ബീപ്പ് സൗണ്ട് കേട്ടപ്പോൾ ഇവൾ എണീറ്റ് നിന്നു. അതിനുശേഷം കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു യുവാവ് അവിടെ കയറി വന്നു. അയാളും ഇതേപോലെ വന്ന് ഇരുന്ന ഉടനെ ഒരു ബീപ്പ് സൗണ്ട് ഉണ്ടായിരുന്നു. ബീപ്പ് സൗണ്ട് കേട്ടപ്പോൾ ഇവൾ എണീറ്റ് നിന്നു. ഇവൾ എണീറ്റ് നിൽക്കുന്ന കണ്ടപ്പോൾ ആൾ ചോദിച്ചു, നിങ്ങളെന്തിനാ ഇപ്പോൾ എണീറ്റ് നിന്നേ? അപ്പോൾ അവൾ പറയാം, എൻ്റെ മുന്നേ ഇവിടെ എല്ലാവരും എണീറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനും എണീറ്റ് നിൽക്കുന്നതാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ഓ ഐ സി, ഓക്കെ. അടുത്ത ബീപ്പ് സൗണ്ട് വന്നപ്പോൾ ഇതേ രണ്ടുപേരും എണീറ്റ് നിൽക്കുന്നു. ഇപ്പം നമുക്ക് എന്ത് മനസ്സിലായി എന്നറിയോ? നമ്മളെന്തിനാ ഓരോ കാര്യം ചെയ്യുന്നതെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. എന്താണോ നമ്മൾ ചുറ്റുപാടും കാണുന്നത്, മറ്റുള്ള മനുഷ്യന്മാർ എന്താണോ ചെയ്യുന്നത് അതങ്ങ് ഫോളോ ചെയ്യാമെന്ന് മാത്രമാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. എന്തിനാണ് അവരിത് ചെയ്യുന്നത്, എന്തിനാണ് ഞാനിത് ചെയ്യുന്നത്, ഒന്നുമില്ല.